ഞാൻ സംബന്ധിച്ചാറിൻ്റെ അടുത്ത വീഡിയോയാണ് സ്റ്റഡി ഷെയ്ഡ് വരുന്നത് ഒരു ഡസ്റ്റി ടൈപ്പ് ലാവണ്ടർ ഷെയ്ഡ് എന്ന് വെച്ചാൽ ഭയങ്കര മങ്ങിയ കളറല്ല കേട്ടോ. ഒരു നല്ല ലൈറ്റ് ആയിട്ടുള്ളൊരു ലാവണ്ടർ ഷെയ്ഡ് എന്ന് പറയാം. അതിൻ്റെ അകത്തും സെയിം കോമ്പിനേഷൻ കൊടുത്തേക്കുന്നത്. ഈ വർക്കും കാണുന്നല്ല കേട്ടോ, നമുക്ക് തയ്ച്ച് വരുമ്പോൾ നല്ല ഭംഗിയായിട്ട് നിൽക്കും. ദുപ്പട്ടയ്ക്കകത്തും ഫുൾ ആ ക്രോസിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ക്രോസ് സ്റ്റിച്ച് ഇതുപോലെ കേട്ടോ. കോമ്പിനേഷൻ പീച്ചും ഗ്രീനും എല്ലാം കൂടെ ചേർന്നിട്ടാണ് മിക്സഡായിട്ടാണ് കളർ കൊടുത്തേക്കുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഫുള്ള് വർക്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചിന് നല്ല കേട്ടോ. ഇതിങ്ങനെ ആ ഒരു സ്റ്റാർച്ച് മുക്കി വന്നേക്കുന്നതുകൊണ്ട് വാഷ് ചെയ്യുമ്പോൾ ചക്കലും കൂടെ ഒതുങ്ങും. എന്നാലും അത്യാവശ്യം ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സൈസ് മെറ്റീരിയൽ തന്നെയാണ്. ബോട്ടം സാറ്റിൻ സിൽക്ക് കേട്ടോ. നമ്പർ Y537, റേറ്റ് 680 രൂപ മാത്രമേ ഉള്ളൂ. 680. ഇതൊരു നല്ല ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡ്. നമുക്ക് നോർമൽ ഗ്രീൻ അല്ല, കുറച്ചൊരു സീ ഗ്രീൻ്റെ ഒക്കെ ഒരു ലൈറ്റ് ഷെയ്ഡ് എന്ന് പറയാം. അപ്പോൾ ഇതിൻ്റെ അകത്തും സെയിം വർക്കിന് കൊടുത്തിട്ടുണ്ട്. നല്ല ചെക്ക് ടൈപ്പ് ഡിസൈനാണ് കേട്ടോ. അതായത് നെറ്റ് കോട്ടയുടെ തന്നെ നല്ല ഫാബ്രിക്കാണ്. അത് കൂടിയ മെറ്റീരിയൽ അല്ല, നമുക്ക് ഒത്തിരി റേറ്റ് വരാത്ത രീതിയിൽ ചെയ്തെടുത്തേക്കുന്ന നല്ല വീതിയും അത്യാവശ്യം നല്ല നീളമൊക്കെ ഉള്ള ഐറ്റം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഫ്രണ്ട് പോർഷൻ്റെ ഡിസൈൻ. നമ്പർ Y538, റേറ്റ് 680. വരുന്നത് നല്ലൊരു പിങ്കിഷ് പീച്ച് കളറാണ് കേട്ടോ. ഇതിൻ്റെ ഫ്രണ്ട് പോർഷനിലെ വർക്ക് ഇതാണ്. ദുപ്പട്ടയ്ക്കകത്ത് വർക്കുണ്ട്. ടോപ്പിന് ഭയങ്കര ലെങ്ത് ഇല്ല കേട്ടോ. നമ്മളങ്ങനെ ഇങ്ങനെ കാണിക്കുമ്പോൾ കുഴപ്പമില്ല. അല്ലാതെ ശക്കലും ലെങ്ത് നോർമലിനേക്കാളും കുറവായിരിക്കും. ഏകദേശം ഒരു 45-46 ഒക്കെ ആയിരിക്കും കിട്ടുന്നത്. അപ്പോൾ അത് ഓക്കെ ആയിട്ടുള്ളവരെടുക്കുക. അല്ലെങ്കിൽ എക്സ്ട്രാ പീസ് താഴെയായിട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഈ പ്രൈസ് റേഞ്ചല്ലേ വരുന്നുള്ളൂ. അപ്പോൾ ചിലതിന് ശക്കലും ലെങ്ത് കുറവുണ്ട്.